ഹായ്, ഈ ഒരു വീഡിയോ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് ചെയ്ത് നോക്കുന്നത്. റിസൾട്ട് ഉണ്ടോ എന്ന് അറിയണമല്ലോ. ഇങ്ങനെ നാച്ചുറലായിട്ട് മുടി കറപ്പിക്കുക എന്ന് നോക്കാം. അതൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് എടുത്തേക്കുന്നത്. ഞാൻ ആ വീഡിയോയ്ക്കകത്ത് കണ്ടപ്പോൾ എന്തിനാണ് ഈ ഇരുമ്പ് ചീനിച്ചട്ടി, വേറെ ഏതെങ്കിലും ചട്ടി മതിയോ എന്ന് ഞാൻ ആലോചിച്ചതാണ്. പിന്നെയാണ് മനസ്സിലായി ഇരുമ്പ് ചീനിച്ചട്ടി തന്നെ എന്തിനാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതിൽ കുറച്ച് കരിയാപ്പില ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. അത് ഒരുപാട് കറുത്ത് പോകരുത്, ആവശ്യത്തിന് മാത്രം. നമുക്കറിയാം, അത് സ്പൂണ് വെച്ച് ഇങ്ങനെ ചിക്കിയിട്ട് നമ്മൾ കയ്യിലെടുത്ത് വെച്ച് പൊടിയുന്നുണ്ടോ എന്ന് നോക്കുന്ന ആ ടൈം ആകുമ്പോൾ അത് ഇറക്കുക. എന്നിട്ട് ഇതെല്ലാം ഇതേപോലെ പൊടിച്ചെടുക്കുക. ഞാനിവിടെ ഇത് മിക്സിയുടെ ജാറിലാണ് പൊടിച്ചെടുക്കുന്നത്. ചട്ടിയിൽ ബാലൻസ് വന്നതൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ. എന്നിട്ട് അത് കണ്ടില്ലേ, ഈ തരി പോലെ അത് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ അത് കറുത്തിരിക്കും. അതിനകത്തോട്ട് കുറച്ച് കറ്റാർ വാഴയുടെ ജെല്ല് ഇടണം. അത് കറ്റാർ വാഴയുടെ ജെല്ല് വീട്ടിലുള്ളവർക്കാണെങ്കിൽ അങ്ങനെ ഇടാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷായിട്ട് പറിച്ച് അത് പിഴിഞ്ഞ് സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒക്കെ എടുത്തിടാം. അതിനകത്തോട്ട് വരുന്നത് 1 സ്പൂൺ കോക്കനട്ട് ഓയിലാണേ. ഇത് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആവും. എന്നിട്ട് നമ്മുടെ നരയുള്ള ഭാഗത്തൊക്കെ തേച്ച് പിടിപ്പിക്കാം. ഞാനിവിടെ പരീക്ഷണം നടത്തുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ താടിയിലാട്ടോ. വീഡിയോ ഒന്നും എടുക്കാതെ പരീക്ഷണം നടത്തിക്കോളാൻ എന്നോട് പറഞ്ഞെങ്കിലും എനിക്കിത് വർക്കിംഗ് ആണോ അല്ലയോ എന്ന് അറിഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കൂടെ ഇത് കാണാമല്ലോ എന്ന് വിചാരിച്ചാണ് എടുത്തത്. തേച്ച് കഴിഞ്ഞ സമയത്ത് അത് നല്ലതുപോലെ കറുത്തിട്ടുണ്ടായിരുന്നു. ആഴ്ചയിൽ ഒരു 2-3 വട്ടമൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പിന്നെ കുറേ നാളത്തേക്ക് ഡൈ ഒന്നും ചെയ്യേണ്ടി വരത്തില്ലെന്ന് തോന്നുന്നു. പെട്ടെന്നൊരു ഡൈ ചെയ്യുന്ന സാധനം ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. പിറ്റേ ദിവസം കഴിഞ്ഞപ്പോൾ ഉണ്ട് അവിടെ വീണ്ടും ആ വെള്ള കളർ തന്നെ വന്നു കേട്ടോ. അത്യാവശ്യത്തിന് ഇത് വർക്കിംഗ് ആണ്, പക്ഷേ അടുപ്പിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രയോജനം ഉണ്ടാവും. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ.